യാത്രക്കാരുടെ നടുവൊടിച്ച് കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിനുള്ളിൽ രൂപപ്പെട്ടിരിക്കുന്ന വൻ ഗർത്തങ്ങൾ വാഹന യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും അപകട ഭീഷണി ഉയർത്തുകയാണ്. അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ താൽക്കാലികമായി കുഴിയടയ്ക്കുക മാത്രമാണ് നഗരസഭ ചെയ്യുന്നതെന്നാണ് പരാതി. കട്ടപ്പന നഗരത്തിൽ ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് പഴയ ബസ് സ്റ്റാൻഡ്. എന്നാൽ ഇതുവഴി യാത്ര ചെയ്യുന്നവരുടെ നടുവൊടിക്കുന്ന വൻ ഗർത്തങ്ങളാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. മുൻപ് ഇത്തരത്തിൽ ഗർത്തങ്ങൾ രൂപപ്പെട്ട അപകട ഭീഷണിയായപ്പോൾ താൽക്കാലികമായി കുഴിയടയ്ക്കുക മാത്രമാണ് നഗരസഭ ചെയ്തതെന്നാണ് പരാതി. സ്റ്റാൻഡിൽ കോൺക്രീറ്റ് പാളികളാണ് ഉറപ്പിച്ചിരിക്കുന്നത്. ഇതിൽ കുഴികൾ രൂപപ്പെടുമ്പോൾ മെറ്റലും ടാറും ഉപയോഗിച്ച് അടച്ചാൽ കാര്യമായ ഗുണം ചെയ്യില്ല. ഇത്തരത്തിൽ പൊടിക്കൈകൾ ചെയ്ത നഗരസഭാ അധികൃതർ സ്ഥലം കാലിയാക്കിയതോടെ മാസങ്ങളുടെ ഇടവേളയിൽ തന്നെ വൻ ഗർത്തങ്ങൾ രൂപപ്പെട്ടു. ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് മാത്രമാണ് നഗരസഭയിൽ നടക്കുന്നതെന്നാണ് നിലവിൽ ഉയരുന്ന ആരോപണം. നിരവധിയായിട്ടുള്ള റോഡുകൾ കുണ്ടും കുഴിയുമാകുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. കട്ടപ്പനയുടെ ഹൃദയഭാഗമായിട്ടുള്ള കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നമുക്കതിൻ്റെ ഒരു നേർചിത്രം എന്ന നിലയിൽ കാണാൻ കഴിയുന്ന നിരവധിയായിട്ടുള്ള കുഴികൾ കാണാൻ സാധിക്കും. നിരവധി യാത്രക്കാരും സ്വകാര്യ വാഹനങ്ങളും അതോടൊപ്പം തന്നെ ബസ്സുകളും കടന്നുപോകുന്ന പഴയ ബസ് സ്റ്റാൻഡിൽ യാതൊരുവിധ നടപടികളും സ്വീകരിക്കാതെ യാത്രക്കാരെ ദുരിതത്തിലാക്കുന്ന ഒരു സമീപനമാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇത് റോഡുകളുടെ കാര്യത്തിൽ മാത്രമല്ല, മുഴുവനായി വരുന്ന വികസനങ്ങളുടെ കാര്യങ്ങളിലും നഗരസഭ പിന്നോട്ടടിക്കുന്ന അവസ്ഥയാണ് കണ്ടുവരുന്നത്. നഗരസഭ ചെയർപേഴ്സണെ മാറ്റുന്ന അടക്കമുള്ള അത് മാത്രം ശ്രദ്ധ ചെലുത്തുന്ന ഭരണസമിതിയാണ് ഇപ്പോൾ നിലവിൽ തുടരുന്നത്. ഗ്രൂപ്പ് പ്രശ്നങ്ങളടക്കമുള്ള കാര്യങ്ങൾ നഗരത്തിലെ വികസന പ്രവർത്തനങ്ങളെ പിന്നോട്ടടിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ കട്ടപ്പനയിലുള്ളത്. ഇതിനെതിരെ ഡിവൈഎഫ്ഐ ശക്തമായിട്ടുള്ള പ്രതിഷേധ സമരങ്ങൾ നടത്തും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നിലവിൽ പഴയ ബസ് സ്റ്റാൻഡിൽ രൂപപ്പെട്ടിരിക്കുന്ന ഗർത്തങ്ങളിൽ നിന്നും കോൺക്രീറ്റ് കമ്പികൾ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്. ഗട്ടറുകളിൽ ചാടുന്ന വാഹനങ്ങളുടെ ടയറുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാനും ഇത് കാരണമാകും. മഴ പെയ്യുന്നതോടെ ഗർത്തങ്ങളിൽ കെട്ടിനിൽക്കുന്ന വെള്ളം വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ യാത്രക്കാരുടെ മേൽ തെറിക്കുന്നതും പതിവാണ്. പഴയ ബസ് സ്റ്റാൻഡിന് പുറമെ പുതിയ ബസ് സ്റ്റാൻഡിലും ഇതേ പ്രതിസന്ധിയുണ്ട്. അടിയന്തരമായി ബസ് സ്റ്റാൻഡിലെ അപകട ഭീഷണി ഒഴിവാക്കാനുള്ള നടപടി അധികൃതർ സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരും വ്യാപാരികളും ആവശ്യപ്പെടുന്നത്.